ഹായ് ഫ്രണ്ട്സ്, ഞാൻ കോച്ച് വിൻസി നിജു, HR പ്രൊഫഷണൽ ലൈഫ് ആൻഡ് വെൽനസ് കോച്ച്. പലപ്പോഴും കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ഫെയിൽ ആകുന്നു, ഗോട്ട് റിജക്റ്റഡ്, ഓഫർ ലെറ്റർ വന്നില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള കംപ്ലൈൻസുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാ നമ്മൾ പല ഇന്റർവ്യൂയിലും ഫെയിൽ ആകുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷന്റെ കുറവുകൊണ്ടായിരിക്കില്ല. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് അതിന് കാരണം. അവ അവോയ്ഡ് ചെയ്താൽ നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ സൂപ്പർ ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ലെറ്റ് സി ടോപ്പ് 5 ഇന്റർവ്യൂ മിസ്റ്റേക്സ് ആൻഡ് ഹൗ യു ക്യാൻ അവോയ്ഡ് ദം. ഫസ്റ്റ് മിസ്റ്റേക്ക്, റിസർച്ച് ഇല്ലാതെ കമ്പനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. പലപ്പോഴും കണ്ടുവരുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്യാതെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. I have seen many candidates walk in without even knowing the basic details about the company. ഇന്റർവ്യൂവറിന് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഹൗ ടു അവോയ്ഡ് ദിസ്? നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ കമ്പനിയുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക, അവരുടെ ബേസിക് ഡീറ്റെയിൽസ് നോക്കുക. ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ വിഷൻ എന്താണ്, അവരുടെ ഗോൾ എന്താണ്, അവരുടെ മെയിൻ സർവീസസ് എന്താണ്, പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മെൻഷൻ 1 or 2 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി. അത് ഇന്റർവ്യൂവറിന് മനസ്സിലാകും വെദർ യു ആർ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് അബൌട്ട് ദി ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. സോ do proper research about the company before attending the interview. Mistake number 2, weak self-introduction. മെജോറിറ്റി എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. പല ആൾക്കാർക്കും ഈ ഏരിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. സോ ബ്യൂട്ടിഫുള്ളി ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പാക്ക് ചെയ്യാൻ പറ്റിയാൽ യു കെൻ ഇംപ്രസ് യുവർ ഇന്റർവ്യൂവർ. പലരും അതിനകത്ത് റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. ഫാമിലിയുടെ ഡീറ്റെയിൽസ്, ഹോബീസ് എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹൗ വി ക്യാൻ അവോയ്ഡ് ദിസ്? സിമ്പിൾ ഫോർമുലയാണ്. 3 കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഹൂ യു ആർ, വാട്ട് യു ഹാവ് ഡൺ, വാട്ട് യു വാണ്ട് നെക്സ്റ്റ്. ഈ 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പാക്ക് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇംപ്രസ് യുവർ ഇന്റർവ്യൂവർ. നിങ്ങൾ ആ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി വെരി ഷോർട്ട്, കോൺഫിഡൻസോട് കൂടി പറയണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി പ്രൊഫഷണൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു BBA ഗ്രാജുവേറ്റ് ആണ് വിത്ത് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ HR ഓപ്പറേഷൻസ് ആണെങ്കിൽ, ഐ ആം എ BBA ഗ്രാജുവേറ്റ് വിത്ത് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ HR ഓപ്പറേഷൻസ്. ഐ എം പാഷനേറ്റ് അബൌട്ട് ബിൽഡിംഗ് മൈ ടീം മെമ്പേഴ്സ്. ഐ എം എ ഗോൾ ഓറിയന്റഡ് പേഴ്സൺ ടു അച്ചീവ് ദ കമ്പനി ഗോൾസ്. സോ ആൻഡ് സോ, അങ്ങനെ കാര്യങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇംപ്രസ് ദിസ് സെൽഫ് ഇൻട്രഡക്ഷൻ പാർട്ട്. മിസ്റ്റേക്ക് നമ്പർ 3, ടു മച്ച് ഓർ ടു ലിറ്റിൽ ടോക്കിംഗ്. തേർഡ് മിസ്റ്റേക്ക് ആണ് വളരെ അധികം അല്ലെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കുന്നത്. ചിലർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡീറ്റെയിൽ ആണെങ്കിൽ പോലും വളരെ അധികം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാണാൻ പറ്റും. ദറ്റ് ഇസ് നോട്ട് ഗുഡ് ആക്ച്വലി. ആൻഡ് ചിലര് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മോഡ് ആയിരിക്കും. ചോദ്യം ചോദിക്കുക, യെസ് അല്ലെങ്കിൽ നോ ആൻസർ മോഡ്. ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാം. യുനോ, നമുക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾ ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ബെറ്റർ നിങ്ങൾ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യുക. സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. ഇതാണ് സ്റ്റാർ മെത്തേഡ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ദിവസം പറഞ്ഞുതരാം. ഇങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ ആൻസേഴ്സ് കൊടുക്കാൻ പറ്റിയാൽ ഇന്റർവ്യൂവറിന് നിങ്ങളുടെ സ്റ്റോറി ക്ലിയർലി, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഫോർത്ത് മിസ്റ്റേക്ക്, നെഗറ്റീവ് ടോക്ക് അബൌട്ട് ദ പ്രീവിയസ് കമ്പനി. ചിലര് ഇന്റർവ്യൂല് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് പ്രീവിയസ്ലി വർക്ക് ചെയ്ത കമ്പനിയെ പറ്റി നെഗറ്റീവായി സംസാരിക്കുന്നത്. ഈവൻ ഇഫ് ബാഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും അവോയ്ഡ് കംപ്ലൈനിങ് അബൌട്ട് പ്രീവിയസ് കമ്പനി. അത് ഇന്റർവ്യൂവർ തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ ഇവളെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇവന് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയാലും മേ ബി സെയിം കൈൻഡ് ഓഫ് ഒരു കംപ്ലൈനിങ് നെക്സ്റ്റ് കമ്പനിയിൽ പോയി ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ സെലക്ഷൻ ചാൻസ് അവിടെ കുറവായിട്ടായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. ഹൗ യു ക്യാൻ അവോയ്ഡ് ദിസ്? ഈവൻ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിലും ഫോക്കസ് ഓൺ ലേണിംഗ്. അവിടെ എന്താണ് നിങ്ങൾ ലേൺ ചെയ്തത്? ബാഡ് എക്സ്പീരിയൻസ് മേ ബി അണ്ടർ ഹൈ പ്രഷറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്, നല്ലൊരു കൾച്ചർ ഉണ്ടായിരുന്നില്ലായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ എക്സാമ്പിൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഐ ലേൺ ഹൗ ടു ഹാൻഡിൽ ടഫ് സിറ്റുവേഷൻസ്, ഈവൻ ഡെഡ് ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നോ, ദാറ്റ് ഇസ് പ്രൊഫഷണലിസം.
So avoid negative talks about previous company. ഫിഫ്ത്ത് മിസ്റ്റേക്ക്, ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. ഇത് വലിയൊരു മിസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പലപ്പോഴും ഫൈനലി ഇന്റർവ്യൂർ ചോദിക്കും, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ എസ്? മെജോറിറ്റി ആൾക്കാരുടെ ആൻസർ നോ സർ എന്നായിരിക്കും. ഇത് ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? ഈ ഒരു സമയത്ത് ഒന്നോ രണ്ടോ ഗുഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ലൈക്ക് what qualities make someone successful in this role, or how does this position contribute to company goals? അങ്ങനെയുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് ചോദിച്ച് മോർ പോസിബിലിറ്റീസ് ടു ഗെറ്റ് സെലക്ടഡ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് റീക്യാപ്പ്. ബിഫോർ ഗോയിങ് ടു ദി ഇന്റർവ്യൂ, കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്യുക, സെൽഫ് ഇൻട്രഡക്ഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ട് ആൻസേഴ്സ് പറയുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് എൻഡ് വിത്ത് ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇന്റർവ്യൂല് നിങ്ങൾക്ക് ഹൈ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും ഷൈൻ ചെയ്യാനും സാധിക്കും. ഞാൻ കോച്ച് വിൻസി നിജു, ഹെൽപ്പിംഗ് യു ഗ്രോ ഇൻ മൈൻഡ്, കരിയർ ആൻഡ് വെൽനസ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you in the next video. Stay confident. Keep growing.